നമസ്കാരം. മുൻപ് MLA ആയിരുന്നപ്പോഴും ഗതാഗത മന്ത്രി ആയിരുന്നപ്പോഴും നായർ സർവീസ് സൊസൈറ്റിയുടെ അതായത് NSSന്റെ പരമോന്നത വേദികളിൽ മുൻനിരയിൽ തിളങ്ങി നിന്നിരുന്ന KB ഗണേഷ് കുമാറിന് ഇപ്പോൾ തിരിച്ചടികളുടെ കാലമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന ഗണേഷ് കുമാറിനെ ഇതാ ഇപ്പോൾ സമുദായത്തിന്റെ പരമോന്നത സമിതിയായ NSS ഡയറക്ടർ ബോർഡിൽ നിന്നും പൂർണ്ണമായും വെട്ടിപ്പുറത്താക്കിയിരിക്കുകയാണ് പെരുന്ന നേതൃത്വം. കഴിഞ്ഞ ദിവസം ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ ഉൾപ്പെടെ 9 ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ കാലാവധിയായിരുന്നു അവസാനിച്ചത്. അതിൽ സുകുമാരൻ നായർ ഉൾപ്പെടെയുള്ള 8 പേർക്കും സമിതി ജനാധിപത്യ മര്യാദയോടെ അംഗത്വം പുതുക്കി നൽകിയപ്പോൾ KB ഗണേഷ് കുമാറിന് മാത്രം അംഗത്വം പുതുക്കി നൽകാൻ പെരുന്ന ആസ്ഥാനം തയ്യാറായില്ല. ഗണേഷ് കുമാറിനെ പൂർണ്ണമായി അവഗണിച്ച് പുറത്തു നിർത്തിക്കൊണ്ട് കുന്നത്തൂർ NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് VRK ബാബുവിനെയാണ് പുതിയ അംഗമായി ഡയറക്ടർ ബോർഡിലേക്ക് എടുത്തിരിക്കുന്നത്. ഒരു കാലത്ത് അഹങ്കാരത്തോടെ നടന്നിരുന്ന ഗണേഷ് കുമാറിനെ ഇപ്പോൾ സമുദായം പോലും തള്ളിപ്പറയുന്ന അവസ്ഥയാണ് കാണാനുള്ളത്. അല്ല, ഗണേഷ് കുമാറിന് പെരുന്നയിൽ നിന്നും ഇങ്ങനെയൊരു കനത്ത തിരിച്ചടി പെട്ടെന്ന് കിട്ടാൻ എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ അതിന് പ്രധാന കാരണം പത്തനാപുരം NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹം കാട്ടിക്കൂട്ടിയ ചില സാമ്പത്തിക കള്ളക്കളികളാണ്. പത്തനാപുരത്തെ പത്മ കഫേ നിർമ്മാണത്തിനായി 4 കോടിയോളം രൂപ ചെലവഴിച്ചതിൽ വലിയ രീതിയിലുള്ള അഴിമതിയും ക്രമക്കേടും നടന്നുവെന്ന് താലൂക്ക് യൂണിയനിലെ ഭൂരിപക്ഷം അംഗങ്ങളും ആരോപിച്ചിരുന്നു. ഗണേഷ് കുമാറിന്റെ ഈ ഏകാധിപത്യ നിലപാടുകളിൽ പ്രതിഷേധിച്ച് 19 അംഗ ഭരണസമിതിയിലെ 11 പേർ ഒരുമിച്ച് ഒരേ ദിവസം രാജിവെക്കുകയുണ്ടായി. ഭൂരിപക്ഷം അംഗങ്ങളും രാജിവെച്ച് കോറം നഷ്ടപ്പെട്ടതോടെയാണ് NSS ആസ്ഥാനത്ത് നിന്നും ഇടപെട്ട് പത്തനാപുരം താലൂക്ക് യൂണിയൻ പൂർണ്ണമായും പിരിച്ചുവിട്ടത്. പത്തനാപുരത്തെ ഈ പത്മ കഫേ അഴിമതി വിവാദങ്ങളാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗണേഷ് കുമാർ പത്തനാപുരത്ത് കനത്ത പരാജയം ഏറ്റുവാങ്ങാനുള്ള ഒരു കാരണമെന്ന് ന്യൂസ് റിപ്പോർട്ടുകൾ വരെ വ്യക്തമാക്കുന്നുണ്ട്. പലതവണ സുകുമാരൻ നായരുമായി അനുനയ ചർച്ചകൾക്ക് ഗണേഷ് കുമാർ ശ്രമിച്ചെങ്കിലും അഴിമതിക്കാരെ സംഘടനകളുടെ തലപ്പത്ത് ഇരുത്തില്ലെന്ന ഉറച്ച തീരുമാനത്തിൽ ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഡയറക്ടർ ബോർഡിൽ നിന്നും പുറത്തായതിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തനിക്ക് ഒന്നിന്റെയും കൂടെ ആവശ്യമില്ല, താൻ സംഘടനയ്ക്കൊപ്പം തുടരുമെന്ന് ഗണേഷ് കുമാർ വെറുതെ തള്ളുന്നുണ്ടെങ്കിലും ഉള്ളിലിരുന്ന് നല്ലോണം പുകയുന്നുണ്ടെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. NSSന് ഇപ്പോൾ ജനാധിപത്യ സ്വഭാവം നഷ്ടപ്പെട്ടു. പത്തനാപുരത്തെ കാര്യത്തിൽ ഏകാധിപത്യപരമായ നിലപാടാണ് നേതൃത്വം സ്വീകരിച്ചത്. തനിക്ക് ഭൂരിപക്ഷം അംഗങ്ങളുടെയും പിന്തുണയുണ്ടായിട്ടും അത് NSS ആസ്ഥാനത്ത് പരിഗണിച്ചില്ല എന്നാണ് ഗണേഷ് കുമാർ ആരോപിക്കുന്നത്. എന്നാൽ ഗണേഷ് കുമാറിന്റെ ഈ ഏകാധിപത്യ വിലാപങ്ങൾക്കെല്ലാം പെരുന്നയിലെ G സുകുമാരൻ നായർ നൽകിയ മറുപടി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കട്ട ട്രെൻഡിംഗ് ആണ്. NSSന് ജനാധിപത്യം ഉണ്ടെന്ന് തങ്ങൾക്ക് നന്നായി ബോധ്യമുണ്ട്. അർഹതയുള്ള ഒരുപാട് പേരുണ്ട്, എല്ലാവർക്കും മാറി മാറി കൊടുക്കേണ്ടി വരും. പത്തനാപുരത്ത് ചട്ടവിരുദ്ധമായി എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഗണേഷ് കുമാർ പോയി കേസ് കൊടുക്കട്ടെ. എന്താണ് അയാൾ കേസ് കൊടുക്കാത്തത്? ഗണേഷ് കുമാർ കൊണ്ടുവന്ന 12 പേരും കഴിഞ്ഞ കമ്മിറ്റിയിലെ അംഗങ്ങളല്ല. NSS ജനറൽ സെക്രട്ടറിയെ അങ്ങനെ ആർക്കും തള്ളിപ്പറയാനും കഴിയില്ല. ജനറൽ സെക്രട്ടറി ആരെങ്കിലും തള്ളിപ്പറഞ്ഞാൽ പിന്നെ അയാളുടെ അഡ്രസ്സ് ഈ നാട്ടിൽ കാണില്ല എന്നും സുകുമാരൻ നായർ ആഞ്ഞടിക്കുമ്പോൾ ഗണേഷ് കുമാറിന്റെ സകല അടവുകളും അവിടെ പൊളിയുകയാണ്. തന്റെ കൈവശമുള്ള ചില ആളുകളെ മാത്രം കാണിച്ച് വ്യാജ പിന്തുണ അവകാശപ്പെടുന്ന ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളൊക്കെ സുകുമാരൻ നായർ കൃത്യമായി പൊളിച്ചടുക്കി കഴിഞ്ഞു. മുൻപ് മന്ത്രിയായിരുന്നപ്പോൾ സമുദായത്തിന്റെ പേരിൽ വലിയ രീതിയിൽ ആളാകാൻ നോക്കിയ ഗണേഷ് കുമാറിനെ ഇപ്പോൾ സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളും കൈവിട്ടു. സംഘടനയേക്കാൾ വലുതാണ് താൻ എന്ന് ചിന്തിക്കുന്ന ഏത് കൊമ്പനായാലും അയാളെ അർഹിച്ച സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ പെരുന്നയ്ക്ക് അറിയാമെന്ന് സുകുമാരൻ നായർ തെളിയിച്ചിരിക്കുകയാണ്. അഴിമതി ആരോപണങ്ങളിൽ മുങ്ങി ജനാധിപത്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന ഗണേഷ് കുമാറിന്റെ ഈ ഇരട്ടത്താപ്പിന് കനത്ത തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്.